കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സ്വകാര്യ ബസ് സ്റ്റേഷനിലെ ശൗചാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിച്ചപ്പോൾ സഭ പിരിച്ചുവിട്ട UDF ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധവുമായി LDF പാർലമെന്ററി പാർട്ടി. പ്രധാന വിഷയങ്ങൾ പരിഗണിക്കാതെ നഗരസഭാ ചെയർമാനെ നോക്കുകുത്തിയാക്കി UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഇടപെടൽ നടത്തിയെന്നാണ് സഭ പിരിച്ചുവിട്ടതെന്നും ഈ പ്രവണത തുടരുകയാണെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. വ്യാഴാഴ്ച നടന്ന കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സ്വകാര്യ ബസ് സ്റ്റേഷനിലെ ശൗചാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിച്ചപ്പോൾ സഭ പിരിച്ചുവിട്ട UDF ഭരണസമിതിയുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി അഭിപ്രായപ്പെട്ടു. ആ യോഗത്തിൽ 9 അജണ്ടകൾ ഉണ്ടായിരുന്നു. അതിൽ കായംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയെ സംബന്ധിച്ചും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയെ സംബന്ധിച്ചും അതുപോലെ അറവുശാലയുടെ ശോച്യാവസ്ഥയെ സംബന്ധിച്ചും ഒക്കെ ഉള്ള അജണ്ടയായിരുന്നു ഇന്ന് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്. അതിൽ ഒന്നാമത്തെ അജണ്ട കായംകുളം നഗരസഭ CCTV പ്രവർത്തനരഹിതമാക്കിയതിനെ സംബന്ധിച്ചായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തി കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് അസന്നിഗ്ധമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പ്ലാന്റിനെതിരെ ഗൂഢശ്രമം നടത്തി ഈ പ്ലാന്റ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDFൻ്റെ ഭാഗത്തു നിന്ന് ആസൂത്രിതമായി നടത്തുന്നതെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ രണ്ടാമത് ഒരു അജണ്ട കൂടി ചർച്ച ചെയ്തു. ആ അജണ്ട എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഒരു ശൗചാലയവുമായി ബന്ധപ്പെട്ട പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് വ്യക്തമാക്കണമെന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടപ്പോൾ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചെയർമാനെ കൊണ്ട് സഭ പിരിച്ചുവിടുകയാണ് ചെയ്തത്. നഗരസഭയുടെ ചെയർമാനെ പാവയാക്കി ഇരുത്തിക്കൊണ്ട് UDFിലെ ഒരു വിഭാഗം ആളുകൾ ഭരണം നടത്തുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട സഭ ഇന്ന് ഏകപക്ഷീയമായി പിരിച്ചുവിടുകയാണ്. സഭയുടെ ചെയർമാനെ, മുനിസിപ്പൽ ചെയർമാൻ ഒരു നോക്കുകുത്തിയായിട്ട് ആണ് ഇരുത്തിക്കൊണ്ടാണ് ഈ നടപടികളെല്ലാം നഗരസഭയ്ക്കകത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൗൺസിൽ യോഗത്തിൽ 9 പ്രധാനപ്പെട്ട അജണ്ടകളായിരുന്നു ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഉണ്ടായിരുന്നത്. ഇതിൽ 2026-2027 വാർഷിക പദ്ധതി രൂപീകരണം, പദ്ധതി അവലോകനം, കായംകുളത്തെ അറവുശാലയുടെ ശോച്യാവസ്ഥ എന്നിവ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അജണ്ട CCTV പ്രവർത്തനരഹിതമാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതിനെക്കുറിച്ചുള്ളതായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് എടുത്ത നടപടിയെക്കുറിച്ച് വിശദീകരിക്കാനോ കേസിനെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എന്തായി എന്ന് വിവരിക്കാനോ നഗരസഭാ ചെയർമാന് കഴിഞ്ഞില്ല എന്നും LDF നേതാക്കൾ പറയുന്നു. തുടർന്ന് നടന്ന ചർച്ചകളിൽ ഭരണപക്ഷം LDF ഭരണകാലത്ത് നടപ്പാക്കിയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആക്ഷേപമുന്നയിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ബോധപൂർവം ആക്ഷേപമുന്നയിച്ച് പദ്ധതിയെ പ്രവർത്തനരഹിതമാക്കാനുള്ള ശ്രമമാണ് CCTV വിഷയത്തിലൂടെ UDF ആഗ്രഹിക്കുന്നതെന്നും LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. കായംകുളം ബസ് സ്റ്റേഷനിലെ ശൗചാലയ വിഷയത്തിൽ കഴിഞ്ഞ LDF കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ശൗചാലയം പുനർനിർമ്മിക്കുമ്പോൾ നിലവിലുള്ള സ്ഥലത്തു നിന്നും അത് മാറ്റി സ്ഥാപിക്കുന്നതിന് അതിന് പുറകിലുള്ള സ്ഥലം ഉടമയെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഇപ്പോഴത്തെ നഗരസഭാ കൗൺസിലർ CS ഭാഷ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. വ്യാഴാഴ്ചത്തെ കൗൺസിലിലും CS ഭാഷ ഇതേ ആക്ഷേപം ഉന്നയിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച് വിശദീകരിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടപ്പോൾ UDF പാർലമെന്ററി പാർട്ടി ലീഡർ അതിന് മറുപടി നൽകുകയായിരുന്നു. വ്യക്തമായ മറുപടി നൽകാതെ മറ്റ് അജണ്ടകൾ ഒന്നും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എല്ലാ അജണ്ടകളും പാസ്സായെന്ന് അറിയിച്ചുകൊണ്ട് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഇടപെട്ട് സഭ പിരിച്ചുവിടുകയായിരുന്നു. ഇത്തരത്തിലുള്ള നടപടി തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് S. കേശുനാഥ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ LDF നേതാക്കളായ A. നസീർ, A. അബ്ദുൽ ജലീൽ, അബ്ദുൽ വാഹിദ് എന്നിവരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.